അയിനിച്ചക്ക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആഞ്ഞിലിച്ചക്ക എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി ഇതൊന്നും അല്ലെങ്കിൽ കാട്ടുചക്ക എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചക്കയുടെ ചോട്ടിലാണ് ഞാൻ ഈ ഇരിക്കുന്നത്. എന്തിനാണോ ഈ ചക്കയുടെ കുരു പെറുക്കാൻ? ഈ അയിനിച്ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചെറുതായ ഒരു പുളിയും മധുരവും ഒക്കെ കൂടി കലർന്ന ഒരു ടേസ്റ്റ് ആണ്. നമ്മുടെ സാധാരണ ചക്കയേക്കാൾ സൈസ് കുറവായിരിക്കും കേട്ടോ. കുഞ്ഞൻ ചക്കകളായിരിക്കും, നല്ല കുഞ്ഞി ചുളകളും ആയിരിക്കും. ഈ അയിനിച്ചക്ക നമ്മുടെ ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, കേരളം എന്നിവിടങ്ങളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. പശ്ചിമഘട്ടങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതാണ് കേട്ടോ ഈ അയിനിച്ചക്കയുടെ മരം, അതായത് അയിനിപ്ലാവ്. എന്തായാലും ഈ ചക്ക മരം ഒന്ന് പിടിച്ച് കുലുക്കി നോക്കാം, എന്തേലും വീണാലോ. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരൊറ്റ അയിനിച്ചക്ക പോലും ഫ്രഷ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ. എന്തിന്, ഒരു ചുള പോലും കാണാനില്ലേ. പക്ഷേ കുരു നിറച്ചും മണ്ണിൽ കിടക്കുന്നുണ്ട്. ഞാൻ പെറുക്കിയെടുക്കുന്നതും ആ അയിനിക്കുരുവാണേ. ഈ അയിനിച്ചക്കകത്തെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ, എന്നാലും ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ എ, ബി, സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞത് ഈ അയിനിച്ചക്കയുടെ ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ സീഡ്, അതായത് നമ്മുടെ ഈ ചക്കക്കുരു, അത് ആസ്മയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആക്ച്വലി പട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ ആദ്യം തന്നെ ഒരു ചേച്ചിയും കൊണ്ട് വന്നിരുന്നു. പിന്നെ ഇവിടെ നിറച്ചും അയിനിക്കുരു ഉണ്ട്, പെറുക്കാന്ന് പറഞ്ഞ് അമ്മ വിളിച്ചതായിരുന്നു കേട്ടോ ഞങ്ങളെ. പക്ഷേ കുറച്ച് പെറുക്കിയപ്പോൾ തന്നെ എനിക്ക് മടുത്തു. ഭയങ്കര ക്ഷമ വേണം കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് പെറുക്കണമെങ്കിൽ. എനിക്കാണേൽ ഇല്ലാത്തതും അതാണ്. സത്യം പറയാലോ, അയിനിച്ചക്കയ്ക്ക് ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു. ആ ചേച്ചിയാണ് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു തന്നത് കേട്ടോ. എന്തൊക്കെയാണ് ആ ഔഷധ ഗുണങ്ങൾ എന്ന് ഞാൻ വന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുകയും ചെയ്തേ. അപ്പോൾ ഇനി നിങ്ങൾ ആരും ഈ ചക്ക കണ്ട വെറുതെ വിടണ്ട കേട്ടോ. ഈ ചക്കയുടെ കുരു എന്താ ചെയ്യാന്നറിയോ? അത് വറുത്ത് നമുക്ക് കഴിക്കാം, നമ്മൾ ഈ കപ്പലണ്ടിയും കടലയൊക്കെ കഴിക്കുന്ന പോലെ. ഞാൻ ഈ അയിനിച്ചക്ക ആദ്യമായിട്ട് കഴിക്കുന്ന എൻ്റെ മാമൻ്റെ വീട്ടിൽ നിന്നാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ മാത്രമേ ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടുള്ളൂ. ഞാങ്ങാട്രിയിലും തിരുമിറ്റക്കോടും ഒന്നും ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, കാണാനിട്ടായിരിക്കും. എല്ലാം നമ്മൾ കണ്ടോളണം അറിഞ്ഞോളണം എന്നൊന്നുമില്ലല്ലോ. ഈവനിങ് ആയപ്പോൾ കുഞ്ഞാവതെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കേശുള്ളതുകൊണ്ട് ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അവൻ ഓർഡർ ചെയ്യും, ഞാൻ കഴിക്കും. ഇനി ഒന്ന് പുറത്തു പോകണം, കുറച്ച് ചെടിച്ചട്ടി വാങ്ങിക്കാനാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് വീഡിയോ സൈനിങ് ഓഫ് ഹരിദാസൻ. ബൈ.